إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. وقال النبي صلى الله عليه وسلم بادروا بالأعمال سبعا هل تنتظرون إلا فقرا منسيا أو غنى بطريا أو مرضا مفسدا أو هرما مفندا أو موتا مجهدا أو الدجال فشر غائب ينتظر وبالساعة فالساعة أدهى وأمر أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൂറത്ത് കബൂലാക്കുമാറാവട്ടെ. നമ്മളെല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പരസ്പരത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമുക്ക് കുറഞ്ഞ കാലത്ത് ജീവിതം നൽകി അത് മാർഗത്തിലേക്ക് തയ്യാറാവാനുള്ളത്. ദുനിയാവിന്റെ ജീവിതത്തിൽ ജീവിതം എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം അല്ലാഹു പ്രാശത്തിൽ പറയുമ്പോൾ വഴിയുന്നതാണല്ല ആഖിറത്തിലെ ഭയവാൻ. ആഖിറത്തിലെ ജീവിതം അതാണ് ജീവിതം. ദുനിയാവ് ഒരു കളിയും തമാശയും ആഖിറത്തിലേക്കുള്ള ഒരു പരീക്ഷണത്തിന്റെ സ്ഥലം മാത്രമാണ്. കുറെ ആളുകൾ വരുന്നുണ്ട്, അവരവരാളുകളിലേക്ക് കുറെ ആൾക്കാർ പോകുന്നുണ്ട്. ആരോഗ്യം ആഫിയത്തുള്ള ആളുകൾക്ക് ദുനിയാവിലെ ജീവിതം സുസ്ഥിരമാണ്, എന്നും ഉണ്ടാവുമെന്നുള്ള നിലയിൽ ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച് അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന രോഗികളാവും അവസാനം അവരെ പറഞ്ഞു. ഇങ്ങനൊരു അവസ്ഥ ലോകത്തെ തന്നെ കണ്ടുപിടിക്കുന്നു. ഓരോ മനുഷ്യരും മരിക്കും വിചാരിക്കും അത് അയാളുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് കുറെ കാലങ്ങളാവും. സത്യത്തിൽ ഓരോ മനുഷ്യരും നിർമ്മിതമായ ഒരു അവധി ആ അവധിയിലേക്ക് നമ്മളെല്ലാവരും നടക്കുന്നു. യഥാർത്ഥത്തിലെ ജീവിതം മരണമില്ലാത്ത ജീവിതമാണ്. അത് ഹക്കാണ്. ആ ജീവിതം ഹക്കാണ്. അല്ലാഹു പറയുന്നത് ഇത് ഹക്കാണ്. നമുക്ക് എല്ലാവർക്കും കാണാനുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരും അതിന്റെ യാഥാർത്ഥ്യം കണ്ടായിട്ട് അടുത്തുള്ളൂ. ഈ ഭൂമിയിൽ ചാൻസ് ഉള്ള ആൾക്കാരാണ് നമ്മൾ നന്നാവാൻ. പക്ഷെ നമ്മൾ വസ്തുക്കളിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇതിൽ ഭയങ്കര രസം, വലിയ മധുരം, പച്ചപ്പ് ഇതെല്ലാം ഉണ്ടാവും ദുനിയാവ്. ഇന്ന ദുനിയ ഇൽമത്തുൻ ഖദിറത്തുൻ ഫഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ ഫയൻദുറുല്ലാഹു കൈഫ തഅമലൂൻ വത്തഖു ദുനിയ വത്തഖു നിസാ ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീല കാനത് ഫിന്നിസാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസിന്റെ താല്പര്യം ഇന്ന ദുനിയ ഇൽമത്തുൻ ഖദിറത്തുൻ, ദുനിയാവ് പച്ചള്ളതും മധുരവും പച്ച പിടിച്ചതും മധുരമുള്ളതുമാണ്. പച്ച മധുരം ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയം അടാതാകർഷിക്കുന്നതാണ്, മനുഷ്യൻ താല്പര്യമുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു ബോധപൂർവം വെച്ചതാണ് ഇതിന് ഈ പച്ചപ്പ്. ഇതിന്റെ ഹരം, ഇതിനോടുള്ള മനുഷ്യന്റെ താല്പര്യം, ഇതിനോടുള്ള ഇഷ്ടം അത് അല്ലാഹു ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് ദുനിയാവിനെ അല്ലാഹു സൃഷ്ടിച്ചത്. മനുഷ്യരുടെ ഹൃദയം അതിലേക്ക് ചാഞ്ഞുപോകും. നിങ്ങളെ താൽക്കാലികമായ പ്രതിനിധിയാക്കിയതാണ്. ചിലർക്ക് കുറെ സ്ഥലം, കുറെ ഹോട്ടലുകൾ, കുറെ ബിൽഡിങ്ങുകൾ, കുറെ ആളുകൾക്ക് ഉദ്യോഗം, കുറെ ആളുകൾക്ക് വലിയ ബിസിനസ്, ഇതൊക്കെ അല്ലാഹു ഓരോരുത്തർ ഇങ്ങനെ കൊടുക്കുകയാണ്. എന്തിനാണ് കൊടുക്കുന്നത്? താൽക്കാലിക പ്രതിനിധിയാക്കാൻ. എല്ലാം എന്റെ വീടാണ്, എന്റെ ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞ കുറെ ആൾക്കാർക്ക് കവറിന്റെ അടിയിലാണ്. എന്നതൊക്കെ വേറെ ആളുകൾക്ക് ബിൽഡിംഗാണ്. പല പ്ലോട്ടുകളുടെയും അടിയാധാരം നോക്കിയാൽ വേറെ ആരൊക്കെ പേരിലാണ്. കുറെ ആളുകൾ കൈമാറി ജീവിച്ചിരിക്കുമ്പൊക്കെ എന്റേതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് താൽക്കാലികമായി നിങ്ങളെ ഏൽപ്പിച്ചതാണ്, പ്രതിനിധികളാക്കിയതാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണികളി നോക്കുകയാണ്. ഞാൻ നിങ്ങൾ ഇത് വിട്ടുപോയ വേറെ ആൾക്കാർ വരും, അവരെയും അല്ലാഹു നോക്കുകയാണ്. ഇതിലൊരു പച്ചപ്പ്, ഒരു കച്ചി, ഇതിലൊരു മധുരം, ഇതല്ലാഹു വെച്ചതാണ്. സാർമാരെ, ഈ മധുരത്തിൽ, ഇതിന്റെ ചതിയിൽ നിന്ന്, ഇതിന്റെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചത്.
നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, തങ്ങൾ വ്യക്തമായി നമുക്ക് പറഞ്ഞു, ദുനിയാവ് എന്ന് പറയുന്നത് നീങ്ങിപ്പോകുന്ന നേരാണ്. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഉണ്ടാക്കി, സ്വന്തം പ്ലാനിന് ഉണ്ടാക്കിയ പല വീടുകളിലും പല ആൾക്കാർ താമസിക്കില്ല. പണി പൂർത്തിയാവുമ്പോഴേക്കും വലിയ കടക്കാരനായിട്ടുണ്ടാവും, എന്നൊരാൾ വിറ്റിട്ടുണ്ടാവും. അതിൽ വേറെ ആരോ വന്ന് താമസിക്കുന്നു. ഭാര്യന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്ലാനൊക്കെ ഉണ്ടാക്കി, കിച്ചണൊക്കെ സെറ്റ് ചെയ്തു. അവസാനം അതിനു മുമ്പ് ഭാര്യ മനുഷ്യ വേറെ സ്ത്രീ വരുന്നു. ദുനിയാവ് നമ്മൾ കാണുന്ന കാര്യമാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നാണ് അള്ളാഹു നോക്കുന്നത്. സാർമാരൊന്നും യാഥാർത്ഥ്യമല്ല. നീങ്ങിപ്പോകുന്നതാണ്, ഒരാളെ നടത്താനിലേക്ക് നീങ്ങിപ്പോകും. അതുകൊണ്ട് ദുനിയാവ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അതിനോടുള്ള താല്പര്യം, അതിനോടുള്ള ആഗ്രഹം വരാതിരിക്കാൻ, അതിന്റെ പച്ചപ്പിലും മധുരത്തിലും കുടുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അതുകൊണ്ട് തിന്മ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് തോന്നും തിന്മയാണെന്ന്, അതിന് തൂപണ്ടാവാം. പക്ഷെ ദുനിയാവിന്റെ വസ്തുവാകളിൽ അള്ളാഹുവിനെ മറന്ന് ലയിച്ചു കഴിയാൻ അത് ഏറ്റവും വലിയ അപകടമാണ്. ഏറ്റവും വലിയ അപകടമാണ്. കാരണം അതിൽ തൂബയും കൂടിയിട്ടില്ല. അള്ളാഹുവിനെ മറന്ന ഒരാൾ കച്ചവടം ചെയ്യണം, ഇഷ്ടം പോലെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബ്രാഞ്ചുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്, ബിസിനസ് ഭയങ്കര ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹ് മറന്നുകൊണ്ടിരിക്കുകയാണ്. അയാളെ പോലെ തൗബ ചെയ്യാം, കാരണം അയാൾ ചെയ്യുന്നത് തെറ്റല്ല. പക്ഷെ വലിയ വഞ്ചനയാണ്. ദുനിയാവ് വലിയ ചതിയാണ്, വലിയ ചതിയാണ്. അള്ളാഹു പറയാൻ ഭൗതിക ജീവിതം വഞ്ചനയുടെ ചരക്കല്ലാതെ മറ്റൊന്നല്ല. ഇതിൽ ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്, നമ്മളറിയില്ല. നമ്മളെന്താ ആലോചിക്കും, എത്ര ബയാൻ, എത്ര തെസ്കീൽ, എത്ര മുലാഖാത്ത് നമ്മുടെ വീട്ടിൽ അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി വരുന്നുണ്ട്, നമുക്ക് അനങ്ങാൻ കഴിയില്ല. പക്ഷെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഗുജറാത്തിക്ക് പോകണം, ആരും തെസ്കീൽ ചെയ്യണ്ട. കച്ചവടത്തിന് വേണ്ടി ബോംബെക്ക് പോകണം, ആരും തെസ്കീൽ ചെയ്യണ്ട. കച്ചവടത്തിന് ഡൽഹിക്ക് പോകണം, ആരും തെസ്കീൽ ചെയ്യണ്ട. കച്ചവടത്തിന് വേണ്ടി കൽക്കത്തയ്ക്ക് പോകണം, ആരും തെസ്കീൽ ചെയ്യണ്ട. കച്ചവടത്തിന് വേണ്ടി ഖത്തറിൽ പോകണം, ആരും തെസ്കീൽ ചെയ്യണ്ട. രോഗിയായ ഉമ്മണ്ട്, എപ്പോഴാ മരിക്കാന്നറിയില്ല, എന്നാലും വിസ ചെയ്യാൻ പോവാണ്, ഞാൻ പോവാണ്. ഒരാൾ തെസ്കീൽ ആവശ്യമില്ല. ഇതെന്നാണ് പറഞ്ഞത് പച്ചപ്പ്. ഇതിൽ മധുരണ്ട് എന്ന് പറയുന്നത്, തന്നെ, ഇതിൽ വഞ്ചനുണ്ട് എന്ന് പറയുന്നത് ഇതാണ്. അള്ളാഹു പറയാൻ, മനുഷ്യരെ, മാന്യനായ നിങ്ങളെ റബ്ബിനെ തൊട്ട് എന്ത് വസ്തുവാണ് നിങ്ങളെ വഞ്ചനയിലാക്കിയത്? എന്ത് ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത്? ഇന്നെന്താണ് വഞ്ചനയിലാക്കിയത്? ബിറബ്ബിക്കൽ കരീം, മാന്യനായ ഔദാര്യവാനായ നിന്റെ റബ്ബിനെ തൊട്ട്. കരീം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആവശ്യം കണ്ടറിഞ്ഞ് പൂർത്തിയാക്കണേനെ തരും, ചോദിക്കാതെ അവസ്ഥകളെ മനസ്സിലാക്കി പൂർത്തിയാക്കണേനാണ് കരീം എന്ന് പറയുന്നത്. അള്ളാഹു അതേ പദം ഉപയോഗിച്ചത്. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടില്ല, നിങ്ങൾക്ക് 2 കിഡ്നി വേണം, നിങ്ങൾക്ക് 2 കണ്ണ് വേണം, നിങ്ങൾക്ക് ഇന്നത് വേണം, അത് വേണം, നിങ്ങൾക്ക് ഭാര്യനെ വേണം, മക്കളെ വേണം, നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഞാൻ തന്നതാണ്. ഞാൻ നിങ്ങളുടെ ഔദാര്യമായ റബ്ബാണ്. നിങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് തന്ന ആളാണ് ഞാൻ. പിന്നെ എന്നെ തൊട്ട് എന്ത് വസ്തുവാണ് നിങ്ങളുടെ വഞ്ചനയാക്കിയത് എന്ന് വെച്ചാൽ എന്റെ കൽപ്പന പൂർത്തീകരിക്കാൻ എന്താണ് നിങ്ങൾക്ക് ഇത് തടസ്സമായി മാറിയത്? ഞാനാണ് നിങ്ങൾക്ക് ഭാര്യനെ തന്നത്. ഭാര്യ എന്നെ ഇബാദത്ത് ചെയ്യുന്നതിനും എന്നെ അനുസരിക്കുന്നതിനും തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ എന്ത് പറ്റിയതിനെങ്കിൽ ഇന്ന് എന്ത് വസ്തുവാണ് വഞ്ചനയിലാക്കിയത്? നിന്നെ സൃഷ്ടിക്കുകയും ചൊവ്വാക്കുകയും നിന്നെ നേരെയാക്കുകയൊക്കെ ചെയ്തവരല്ലേ അള്ളാഹ്. ഇങ്ങനെ അള്ളാഹ് നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നത്? അവിടെ സാധാരണ ദുനിയാവ് അതിന്റെ വഞ്ചനയുടെ മുഖം എന്തും കാണിക്കും. ഒരാൾക്കും ഇത് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ആരൊഴികെ ആഹാരത്തിന്റെ ഹട്ടേക്കത് മനസ്സിലാക്കിയിട്ട് ഒഴികെ. കാരണം എല്ലാവരും അതിൽ കുടുങ്ങുന്ന മനുഷ്യനൊന്നും അറിയില്ല ഞാൻ കുടുങ്ങിയിട്ടാണുള്ളത്. കുടിക്കുന്ന മനുഷ്യനറിയില്ല ഞാൻ കുടുങ്ങിയിട്ടാണുള്ളത്. فلما نسوا ما ذكروا فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്ത അല്ലാഹ അസ്സ വജല്ല
أن يعطي العبد ما يحب على معاصي فإنما هو استدراج ثم تلا رسول الله صلى الله عليه وسلم فلما نسوا ما ذكروا فتحنا عليهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അല്ലാഹുവിനെ മാറ്റിക്കണം, വസ്തുത്തിൽ കഴിയുന്നത് തിന്മകളിലാണ്. തിന്മക്ക് ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. മദ്യപിക്കൽ, വ്യഭിചരിക്കൽ, മോഷണം നടത്തൽ, ആക്രമിക്കൽ, അതാണ് തിന്മ. ഇത് മാത്രമല്ല തിന്മ, ഇത് മാത്രമല്ല തിന്മ. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് മനുഷ്യരെ മാറ്റുന്ന മുഴുവൻ കാര്യം നിസ്കാര ഒഴിവാക്കൽ ഏറ്റവും വലിയ തിന്മയാണ്. മദ്യപാനത്തെക്കാളും വലിയ തിന്മയാണ് നിസ്കാര ഒഴിവാക്കൽ. മദ്യപാനത്തെക്കാളും വലിയ തിന്മയാണ് നിസ്കാര ഒഴിവാക്കൽ. നമ്മളേക്ക് മദ്യപാനം വലിയ തിന്മ അല്ല, കൽപ്പന ഉപേക്ഷിക്കുന്നത് തിന്മയാണ്. നിരോധനം പ്രവർത്തിക്കൽ എപ്രകാരം തിന്മയാണോ അതുപോലെ തിന്മയാണ്. അതിനേക്കാൾ കടുപ്പുള്ളതാണ് കൽപ്പനകളെ ഉപേക്ഷിക്കാത്തത്. നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നമ്മളെ വിദൂരമാക്കുകയാണ്, അള്ളാഹുവിന്റെ ഓർമ്മയിൽ നമ്മളെ വിദൂരമാക്കുന്നത്. അങ്ങനെ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് إذا رأيت الله عز وجل يعطي العبد ما يحب على معاصي, അവൻ അള്ളാഹുവിനോട് എതിർ ചെയ്യുന്നതോടൊപ്പം അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ദുനിയാവ് അവന് കൊടുക്കുന്നതായി നീ കണ്ടാൽ, എന്നുവെച്ചാൽ അള്ളാഹിനെ അനുസരിക്കണമെന്നില്ല, ദുനിയാവ് ഇങ്ങനെ കൊടുത്തുകൊണ്ട് പോവാണ്. തൊടുന്നതൊക്കെ പൊന്നാകാണ്. ഇവിടെ പറഞ്ഞ അതുഷാറായി, അപ്പുറത്ത് കടഞ്ഞ് അതുഷാറായി, കണ്ണൂർ തുടങ്ങി അതുഷാറായി, വടകര തുടങ്ങി അതുഷാറായി, കാലിക്കറ്റ് തുടങ്ങി അതുഷാറായി, അങ്ങനെ എല്ലാ സ്ഥലത്ത് കച്ചവടം ഉഷാറായി പോവാണ്. ഗോൾഡ് തുടങ്ങി ഉഷാറ്, ടെക്സ്റ്റൈൽസ് തുടങ്ങി ഉഷാറ്, വേറെ പലചരക്ക് തുടങ്ങി സൂപ്പർ മാർക്കറ്റ് ഫുള്ള് തൊടുന്നതൊക്കെ ഉഷാറ്. മനുഷ്യനിങ്ങനെ തോന്നും മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. കാണുന്ന ആൾക്കാരൊക്കെ പറയും മാഷാ അല്ലാഹ്, ഇപ്പൊ അവൻ വിചാരിച്ചതൊക്കെ തൊടുന്നതൊക്കെ പൊന്നാണ് സമയമാണ്. മാഷാ അല്ലാഹ് അള്ളാഹ് കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇതാ റഅയ്തല്ലാഹ അസ്സ വജല്ല അയ്യുഅത്തിൽ അബ്ദ മാ യുഹിബ്ബു അലാ മാഅതി, അവൻ അല്ലാഹുവോട് എതിർ ചെയ്യുന്നതോടുകൂടി അവൻ ഇഷ്ടപ്പെടുന്നതൊക്കെ അല്ലാഹു അവന് കൊടുക്കുന്നതായിട്ട് നീ കണ്ടാൽ ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, അത് നിശ്ചയമായും ഒരു അയച്ചിട്ടുള്ള പിടിക്കലാണ്. ചൂണ്ടലൊക്കെ ഇങ്ങനെ ചൂണ്ടണ്ടല്ലോ മീനെ പിടിക്കാൻ, അതിങ്ങനെ കൊത്തിക്കഴിഞ്ഞാൽ അതിനെ ലൂസാക്കി കൊടുക്കും. ഇതേപോലെ പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി فلما نسوا ما ذكروا فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ, നബിമാരുടെ ഉപദേശങ്ങൾ അതൊക്കെ മറന്നു. എന്നിട്ടോ അങ്ങനെ മറന്ന് അവർ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാത്തിന്റെയും വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുത്തു. അങ്ങനെ നാം അവർക്ക് നൽകിയതിൽ അവർ ആഹ്ലാദത്തിമർപ്പിലെത്തുമ്പോൾ, ആഹ്ലാദത്തിന്റെ ഉച്ചിയിലെത്തുമ്പോൾ ഭയങ്കര ഇഷ്ടംപോലെ പൈസ, കൂടുന്നതൊക്കെ പൊന്ന്, ഭയങ്കര സ്ഥാനമാനങ്ങൾ, വലിയ വിലകൾ, ആദരവ്, വാഹനം എല്ലാം കാണും. ആളുകൾ ഭയങ്കര ബഹുമാനിക്കാൻ തുടങ്ങും. അങ്ങനെ സമ്പത്തിന്റെ ആഹ്ലാദത്തിമർപ്പിലെത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവരെ പിടിക്കും. അപ്പോഴവരാകെ നിരാശരായി എന്ത് സംഭവിച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് ഉണ്ടാവുകയാണ്. അവർ സാധാരണ സിനിമയിലെ ദുനിയാവിന്റെ വാതിലുകൾ തുറക്കുന്നുണ്ടെന്ന് വിചാരിച്ച് അള്ളാഹിനെ കൊണ്ട് ഇഷ്ടമാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കണം. ഇതൊരു പരിസരത്തിന്റെ സ്ഥലമാണ്. ഇത് ഇഷ്ടമുള്ള ആർക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്ത ആർക്കും കൊടുക്കുന്നില്ല. ഇത് നോക്കിയിട്ടെന്താ കാര്യങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് ദുനിയാവിന്റെ അവസ്ഥകളിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയത്തെ അള്ളാഹുവിലേക്ക് തിരിയണം. ഹൃദയത്തിന്റെ അവസ്ഥ അള്ളാഹുവിലേക്ക് തിരിയണം. വസ്തുക്കൾ മനുഷ്യനെ വഞ്ചിക്കും. ഇതിൽ വഞ്ചനുണ്ട്, ഇതിൽ ചതിയുണ്ട്, ഇതിൽ പച്ചപ്പുണ്ട്, ഇതിൽ മധുരണ്ട്. ഇതിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ എല്ലാ സമയത്തും രക്ഷപ്പെടുത്താനുള്ള പരിശ്രമം ചെയ്തു. കയ്യിൽ കാറുണ്ട്, കയ്യിൽ വലിയ വീടുണ്ട്, വലിയ ബിൽഡിംഗ് ഉണ്ട്. ഒന്നും കുറ്റം ഞാൻ പറയില്ല, ഒന്നും കുറ്റല്ലതാണ്. അവരുടെ ഹൃദയമാണ് അവസ്ഥ. അവരുടെ കയ്യിൽ കാറൊന്നുമില്ല, പക്ഷെ അവൻ വലിയ കാറുള്ളവനെ പോലെയാണ് അവന്റെ മനസ്സെങ്കിൽ അതവന് നാശം, അതവന് നാശം. അവന്റെ ഹൃദയത്തിന്റെ കൈഫിയത്താണ് അല്ലാഹു നോക്കുന്നത്. അങ്ങനെ വലിയ വാട്ടിലുള്ള ആള് അയാൾ മോശക്കാരൻ, വലിയ വീടുള്ള ആള് അയാൾ മോശക്കാരൻ, ചെറിയ കുടിയിലുള്ള ആൾ അയാൾ മഹാൻ, അങ്ങനൊന്നുമില്ല. കുടിയിൽ താമസിച്ച് വലിയ വലിയ സ്വപ്നങ്ങളുടെ അടിമയായി ജീവിക്കുന്നവർ അവർ വലിയ നാശത്തിലാണ്. ഹൃദയത്തിന്റെ അവസ്ഥയാണ് അല്ലാഹു നോക്കുന്നത്.
ഇവന്റെ മനസ്സെവിടെയുണ്ട്? എന്റെ മനസ്സെവിടെയുണ്ട്? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കടിക്ക് സഹാബാക്കളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു സഹാബി വന്നു, ഖൈബറിന്റെ ദിവസമാണ്, അന്ന് യുദ്ധത്തിൽ വിജയിച്ചു, ഗനീമത്ത് വീതം വെക്കപ്പെട്ടു. അപ്പൊ അവിടെ ഒരു കച്ചവടം നടക്കും. സാധാരണഗതിയിൽ ഈ പ്രോപ്പർട്ടി ഓഹരി ചെയ്യുമ്പോൾ ജ്യേഷ്ഠന്മാരും അച്ഛന്മാരും സഹോദരിമാരൊക്കെ ഓഹരി ചെയ്യുമ്പോൾ പലർക്കും പൈസയുടെ ആവശ്യം ഉണ്ടാകുമ്പോൾ അവർ വിൽക്കാതെ കടന്ന വലിയ പ്ലോട്ടുകളൊക്കെ പിന്നെ അതിന്റെ ഒരു 5 സെന്റ് 10 സെന്റ് ആളുകൾ വിൽക്കാൻ തുടങ്ങും. അപ്പൊ ഓഹരി കഴിഞ്ഞാൽ ഒരു കച്ചവടം നടക്കും സാധാരണ. ഇതേപോലെ യുദ്ധം കഴിഞ്ഞ് ഗനീമത്തുകൾ കിട്ടിയാൽ ഒരു കച്ചവടം ഉണ്ടാവും. ചിലർ 3 പണയൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് വേറെ ആൾക്ക് കൊടുക്കും, അവർക്ക് കൊണ്ട് വാങ്ങും. അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കും. ഖൈബറിന്റെ ദിവസം അങ്ങനെ കൊടുക്കൽ വാങ്ങൽ നടന്നു. അങ്ങനെ ഒരു സഹാബിക്ക് വലിയ ലാഭം കിട്ടി. ലാഭം കിട്ടിയപ്പോൾ സന്തോഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അടുക്കൽ നിന്ന് അറിയിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് ആരും കരസ്ഥമാക്കാത്ത ലാഭം ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചോദിച്ചു, എന്ത് ലാഭമാണ് കരസ്ഥമാക്കിയത്? സഹാബി പറഞ്ഞു, സലാസത്ത് ഊഖിയ, ഞാൻ 300 ഊഖിയ ലാഭം കരസ്ഥമാക്കി. ആ സഹാബിന്റെ സംസാരം, ആ സഹാബിന്റെ അവസ്ഥ, അവതരണം, അതൊക്കെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി സഹാബി വലിയ സന്തോഷത്തിലാണല്ലോ 300 ഊഖിയുടെ ലാഭത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു, ഇതിനേക്കാൾ ലാഭകരമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയുള്ളൂ. ഇതിനേക്കാൾ ലാഭകരമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. സഹാബി തീർച്ചയായും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫർദ് നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഇതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. സഹാബിയുടെ മനസ്സിൽ ദുനിയാവിനോടുള്ള ആ ഒരവസ്ഥ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു നേരെ അതിന്റെ മുഖം തിരിച്ചു, ആഖിറത്തിൽ തിരിച്ചു. 2 റക്അത്ത് നമസ്കാരം ഇതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ദുനിയാവിന്റെ ഈ വലിയ ലോകം സഹാബാക്കളുടെ ഹൃദയത്തിൽ കയറാൻ അനുവദിക്കാതെ കൂട്ടത്തിൽ കൊണ്ടുനടന്നു. സാധാരണമാരെ ഞാൻ നിങ്ങൾ 24 മണിക്കൂർ ഇതിന്റെ ചിന്തയിലാണ്. പൈസ ഉള്ളവനും ഇല്ലാത്തവൻ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്, ഉള്ളവൻ അതിനെ വർദ്ധിപ്പിക്കാനുള്ള തിരക്കിലാണ്. ഇതിനിടയിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ ഒഴിവായി പോകുന്നുണ്ട്, ആഖിറത്തിനെ മറന്നു പോകുന്നുണ്ട്. ബൽ തുസിറൂന അൽ-ഹയാത ദുനിയ വൽ ആഖിറതു ഖൈറു വഅബ്ഖാ. ബൽ തുസിറൂന അൽ-ഹയാത ദുനിയ, ഭൗതിക ജീവിതത്തിന് നിങ്ങൾ പ്രാമുഖ്യം നൽകിയിരിക്കുകയാണ്, ഈസാർ നൽകിയിരിക്കുകയാണ്, നിങ്ങൾ അതിന് മുൻഗണന നൽകിയിരിക്കുകയാണ്. വൽ ആഖിറതു ഖൈറു വഅബ്ഖാ, ആഖിറമാകട്ടെ അത് ഏറ്റവും ശ്രേഷ്ഠമായതും എന്നും നിലനിൽക്കുന്നതും ഉത്തമവുമായതുമാണ് എന്ന് അല്ലാഹു അറിയിക്കുകയാണ്. നമ്മളെ സ്വഭാവം പറയുന്നത്, നിങ്ങൾ ദുനിയാവിന് വേണ്ടി വലിയ ഓട്ടം നടത്തുക, വലിയ വലിയ പരിപാടികളും പ്രോഗ്രാമുകളും പദ്ധതികളും എടുത്തിട്ട്, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ളതാണ്. ആഖിറം അതിൽ നിന്നും ബാക്കിയാവുന്നത്. ആഖിറം അതിൽ നിന്നും ബാക്കിയാവുന്നത്. അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുക. അതുകൊണ്ട് സാധാരണമാരെ ദുനിയാവിൽ ഞാൻ നിങ്ങൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭത്തിനനുസരിച്ച് സഹാബാക്കൾ ഉണർത്തിക്കൊണ്ടേയിരുന്നു. തങ്ങളൊരിക്കൽ യാത്ര ചെയ്യാൻ കൂട്ടത്തിൽ കൂട്ടുകാരുണ്ട്, ചപ്പുചവറുകൾ കൂട്ടിയിട്ട് ഒരു ഭാഗത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു ചത്ത ആടിന്റെ കുഞ്ഞുണ്ട്. അതിന്റെ ചെവിയൊക്കെ ചുരുണ്ട് വികൃതമായ ആടിൻ കുഞ്ഞാണ്, ചത്തിട്ടുണ്ട്, ദുർഗന്ധം വമിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ നബി ശാസ്ത്രങ്ങളിൽ നിന്നും കൂട്ടുകാരെല്ലാവരും വന്നു, സഹാബാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആടിൻ കുട്ടിയെ കാണിച്ചു ചോദിച്ചു, ഇത് ഒരു ദിർഹമിന് ആർക്കാൻ വേണ്ടത്? സഹാബാക്കൾ ചോദിച്ചു, ആർക്കും വേണ്ടത് ഒരു ദിർഹം? ഇതിന് ജീവനുണ്ടായാൽ തന്നെ ആർക്കും വേണ്ട. കാരണം ഇതിന്റെ ചെവിയൊക്കെ ചുരുണ്ട് വികൃതമായ, ഇതിന് ചത്തിട്ടുണ്ട്, ദുർഗന്ധം വമിക്കുന്നു, ആർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ ഈ ചത്ത ആടിൻകുട്ടിക്ക് ഒരു വിലയില്ലാത്തതുപോലെ ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വിലയില്ല. ഇതിനെ നമ്മൾ ഇതിന്റെ പിന്നാലെ പോകും. ശൈത്താൻ നമ്മളെ ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്നത് ഇതിന്റെ പിന്നിലുണ്ട്. മദ്യപിക്കുന്നതിന് തോപുണ്ടാവും, വിദ്യക്കുന്നതിന് തോപുണ്ടാവും, മോശം നടത്തുന്നതിന് തോപുണ്ടാവും. പക്ഷെ ദുനിയാവിന്റെ പിന്നിൽ അല്ലാഹുവിന്റെ കൽപ്പന മറന്ന് ഓടുന്നവർക്ക് ഒന്നും തോപുണ്ടാവും. സർവ്വ രാജ്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. ഇതിനിടയിൽ ദുനിയാവിന്റെ ചളിക്കുണ്ടിൽ മുഖം കുത്തി എത്ര മനുഷ്യന്മാർ വിളിക്കും. പല കാലത്തിന്റെ അവസ്ഥയിലേക്ക്. അതുകൊണ്ട് സ്വന്തത്തിനെ പറ്റി ആലോചിക്കും, നമ്മുടെ ആഹാരത്തിനെ പറ്റി ആലോചിക്കും, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനെ
ഇതിനെപ്പറ്റി ഓർക്കാൻ വേണ്ടി മുഴുവൻ രസങ്ങളെയും കുറിച്ച് കളയുന്ന മരണത്തിന് മരിക്കുന്നത് കേൾക്കുന്നത് നമുക്ക് പറയാം. പക്ഷെ മരിക്കലോട് സാർമാരെ ഒരഡ്ജസ്റ്റ്മെന്റും ആർക്കും ആയി സഹായിക്കാൻ കഴിയില്ല. ഒരു നേതാവിനോ ഒരു ഉമ്മക്കോ ഭർത്താവിനോ ഒരു ഭാര്യക്കോ ആരെ സഹായിക്കാൻ കഴിയും. മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ സമ്പാദത്തിൽ എന്താണോ ഉള്ളത് അത് മാത്രമേ അയാൾ കഴിയുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പം തന്റെ ആഗ്രഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവൻ അവനാണ് ബുദ്ധിമാൻ. ജീവിച്ചിരിക്കുമ്പോൾ ഒരുങ്ങും, മരിച്ചവർക്കൊന്നും സഹായിക്കും. അതുകൊണ്ട് സഹാബാക്കൾ അവരവരുടെ ജീവിതകാലത്ത് അവരുടെ ആഗ്രഹത്തിന് വേണ്ടി ചെയ്യാനായി, അവരാഗ്രഹത്തിന് വേണ്ടി ചെയ്യാനായി പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ അതൊക്കെ സഹിക്കാൻ അവർക്ക് എളുപ്പമായി. നമ്മൾ വിചാരിക്കും നമ്മളെ കാലഘട്ടം എങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ഇല്ല. നമ്മളെക്കാൾ സുഖ സന്തോഷമായി ജീവിക്കാൻ പറ്റിയ കാലം സഹാബാക്കളുടെ എല്ലാ അർത്ഥത്തിലും സുഖമായിട്ട് ജീവിക്കായിരുന്നു. മനുഷ്യത്വം തന്നെ ഇല്ലായിരുന്നു. പറയുന്നത് മദ്യപാനം ഇഷ്ടം പോലെ, വ്യഭിചാരം ഇഷ്ടം പോലെ. അന്ന് വ്യഭിചാരം ഇഷ്ടമേ ഇല്ല, മദ്യപാനം ഇല്ല. ആ അവസ്ഥയിൽ ജീവിച്ചു വന്നവരായിരുന്നു സഹാബാക്കൾ. പക്ഷേ അവർ ഇസ്ലാം സ്വീകരിച്ചു, അതോടുകൂടി അവർ വർദ്ധിച്ചു, മുഴുവൻ തിന്മകളിൽ നിന്ന് മാറി. പിന്നീട് അവരുടെ ജീവിതങ്ങളിൽ തിന്മകളുടെ അവസരം ഉണ്ടായി, പക്ഷെ അവർ ഉറച്ചു നിന്നു. ഞങ്ങൾക്ക് മദീനയിൽ ഒരു സദസ്സിൽ ചോദിച്ചു, മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് വരാൻ വേണ്ടി വിചാരിക്കുന്ന കുറച്ച് സഹോദരങ്ങളെ, സഹാബാക്കളെ അവിടുത്തെ ശത്രുക്കൾ ഒരു വീട്ടിൽ ബന്ദികളാക്കിയിട്ടുണ്ട്, അവരെ മോചിപ്പിച്ചു വരാൻ ആരാണ് ചെയ്യാറ്? മക്കത്താണ്. മദീനയിൽ എത്തിയവരെന്നെ എങ്ങൾക്കോ രക്ഷപ്പെട്ടെത്തിയതാണ്. ഇനി വീണ്ടും മദീനയിലേക്ക് ഹിജറ ചെയ്ത് വരുന്നവരെ പിടിച്ച വീട്ടിൽ ബന്ദികളാക്കിയത്, അവരെ രക്ഷപ്പെടുത്തണം. അത് വീണ്ടും മക്കത്തേക്ക് വരണം. പ്രയാസകരമായ അവസ്ഥയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു, അങ്ങനെ ചെയ്താൽ ഞങ്ങൾ മക്കയിൽ പോയി ആ ബന്ദികളെ മോചിതരാക്കി കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, സ്വർഗം കിട്ടും. സ്വർഗത്തിന് വേണ്ടിയിട്ട് സഹാബി തയ്യാറായി. മർസദ് ബിൻ അബീ മർസദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തയ്യാറായി. അദ്ദേഹം വരാതെ പറഞ്ഞു. അദ്ദേഹം പുറപ്പെട്ടു. രാത്രികളിൽ യാത്ര ചെയ്യും അദ്ദേഹം മക്കയിലേക്ക്. പകലിൽ ഏതെങ്കിലും ഗുഹകളിലോ തോട്ടങ്ങളിലോ ആൾ കാണാത്ത സ്ഥലങ്ങളിൽ അദ്ദേഹം കഴിഞ്ഞുകൊണ്ടുപോയി. നേരം ഇരുട്ടായാൽ രാത്രിയായാൽ വീണ്ടും അദ്ദേഹം പുറപ്പെടും. ഇങ്ങനെ മക്കയെ ലക്ഷ്യമാക്കി വരുന്ന വഴിയിൽ രാത്രി ഒരു ഈത്തപ്പന തോട്ടത്തിലൂടെ അദ്ദേഹത്തിന്റെ കുതിരയെ ഓടിച്ചു വരുമ്പോൾ ഈത്തപ്പന തോട്ടത്തിന്റെ മധ്യത്തിൽ നിന്ന് ഒരാൾ മർസദ് വിളിച്ചു. മർസദ് എന്ന കുതിരയുടെ കണ്ണി, കാരണം അദ്ദേഹത്തിന്റെ പേരാണ് വിളിക്കുന്നത്. നിർത്തിപ്പോയി ഓടി ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ കുതിരന്റെ അടുക്കൽ. അവർക്ക് കുതിരന്റെ കടിഞ്ഞാൻ കയ്യിലായി. മർസദ് റളിയല്ലാഹു നോക്കി ആരാണ്? മർസദ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, അദ്ദേഹം ഇസ്ലാമിന് മുമ്പ് അദ്ദേഹം മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം സ്നേഹത്തിലായിരുന്ന ഇനാസ എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നു. അദ്ദേഹം മുസ്ലിമായി ഹിജറ ചെയ്തതോടുകൂടി ഇനാസ മർസദ് റളിയല്ലാഹു അൻഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തോട്ടത്തിൽ ഒളിച്ചു നിന്നതാണ്. പരിചയമുള്ള സ്ത്രീ, എല്ലാ നിലയിലും ബന്ധമുള്ള സ്ത്രീ. ഈത്തപ്പന തോട്ടത്തിൽ ഒറ്റയ്ക്ക് ആ സ്ത്രീ പറഞ്ഞു, മർസദ് എത്ര കാലമായി ഞാൻ എന്നെ കാത്തു നിൽക്കുന്നു, നീ എന്നെ വിട്ടുപോയല്ലോ. മർസദ് റളിയല്ലാഹു അൻഹു അകലം പാലിച്ച് മുമ്പത്തേതുപോലെയുള്ള ബന്ധം കാണിക്കാത്തതിന്റെ പേരിൽ ആ സ്ത്രീ ചോദിച്ചു, എന്താ മർസദിന് പറ്റിയത്? മർസദ് റളിയല്ലാഹു അൻഹു സ്ത്രീ പറഞ്ഞു, ഇംഗിതം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന മുസ്ലിമുൻ വഅൻതി കാഫിറത്തുൻ, ഞാൻ മുസ്ലിമാണ്, നീ ഒരു അവിശ്വാസിനിയായ സ്ത്രീയാണെന്ന് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, മർസദെ, മുഹമ്മദ് മദീനയിലുള്ളത്, നമ്മൾ ഈ രാത്രിയിൽ നമ്മുടെ ഇംഗിതം പൂർത്തിയാക്കുന്നത് മുഹമ്മദ് എങ്ങനെ അറിയാനാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. മർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെയും നിന്റെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബായ അല്ലാഹു കാണുന്നു. ആ സ്ത്രീ പറഞ്ഞു, ഇല്ല, എന്റെ ഇംഗിതം പൂർത്തീകരിക്കാൻ നീ തയ്യാറാവുന്നില്ലെങ്കിൽ ഞാനിപ്പോ ബഹളം ഉണ്ടാക്കും, ശബ്ദമുണ്ടാക്കും, ആളുകളെ കൂട്ടും,
പിന്നെ അതെനിക്ക് പ്രയാസമാകുന്നു. മർസദ് എന്ന അസ്ത്രീയുടെ കയ്യിൽ നിന്ന് കടിഞ്ഞ വലിച്ചൂരി കുതിരപ്പുറത്ത് ചാടിക്കയറി കുതിരയെ പൊടിച്ച് പോയിക്കളഞ്ഞു. ആ സ്ത്രീ ബഹളത്താക്കി, ആളുകൾ കൂടി പല സ്ഥലങ്ങൾ അന്വേഷിച്ചു. മർസദ് എന്ന ഗുഹയിൽ പോയി ഒളിച്ചതായിരുന്നു. അള്ളാഹുവിന്റെ കുതിരത്തോട്ട് കാണാതെ രക്ഷപ്പെട്ടു. പിന്നീട് മർസദ് അള്ളാഹുവിന്റെ അവിടുന്ന് പതുക്കെ വന്ന് ഈ ബന്ദികൾ ഉണ്ടായിരുന്ന അതിന്റെ മുകളിലൂടെ കയറി അവരെ രക്ഷപ്പെടുത്തി. അവരെ കൊണ്ട് മദീനയിലെത്തി. മദീനയിലെത്തിയപാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഒരു സ്ത്രീയോട് ഇഷ്ടമുണ്ട്, മക്കക്കാരിയാണ് അവൾ, ഞാൻ അവൾ വിവാഹം കഴിച്ചത്. വിശുദ്ധ ഖുർആൻ ആയത്തിറക്കി, ഒരു മുഅ്മിനിനെ ഒരു മുശ്രിക്കത്തിനെ വിവാഹം കഴിക്കാൻ പറ്റും. നമ്മൾ ആരെങ്കിലും ആ സ്ത്രീയോട് ഇഷ്ടമുണ്ട്, ആ സ്ത്രീ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ എന്നാലും ഈന്തപ്പനത്തോട്ടത്തിൽ കൂരാക്കൂരിട്ട് ഒറ്റക്കായപ്പോഴും ഇല്ല, ഞാൻ എന്റെ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ മാത്രം സഹാബാക്കളുടെ ഈമാൻ ശക്തിപ്പെട്ടത്. ഇത് വെറുതെ ഉണ്ടാവുന്ന സാധനം. ഒരു മനുഷ്യൻ ഈമാന്റെ പിന്നിൽ മെഹനത്തും അധ്വാനം നടക്കുമ്പോഴാണ് അയാളുടെ ഈമാൻ ശക്തിപ്പെടുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഈമാൻ യസീദു വയൻഖുസ്, ഈമാൻ കൂടും ഈമാൻ കുറയും. ഈമാൻ വസ്ത്രം പഴകുന്നത് പോലെ ഈമാനും പഴകിപ്പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈമാന്റെ മെഹനത്ത്, ഈമാന്റെ പിന്നിൽ പരിശ്രമം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കേട്ട് ഇത്രത്തോളം ഉണ്ടാവണം. ഏതവസ്ഥയിലും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടാവണം. എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടാവണം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കൊട്ടാരത്തിൽ ആ സ്ത്രീ ഇംഗിതം പൂർത്തീകരിക്കാൻ വേണ്ടി വാതിലുകൾ കുറ്റിയിട്ടു. വാതിലുകൾ കുറ്റിയിട്ടിട്ട് ആ സ്ത്രീ പറഞ്ഞു ഇംഗിതം പൂർത്തിയാക്കാൻ. ആ സമയത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി ഖുർആൻ പറയാണ്, കൊട്ടാരത്തിലെ സ്ത്രീ ഇംഗിതം പൂർത്തിയാക്കാൻ കുറ്റിയിട്ടപ്പോഴും നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോഴും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈമാൻ എന്ന് പറഞ്ഞ ഇതിന്റെ പേരാണ്. തിന്മകളുടെ മുന്നിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്ത് പിന്മാറുക, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുക. ഈമാന്റെ ബലഹീനത്തിന്റെ പേരിൽ പലിശ വാങ്ങൽ മുസ്ലിമീങ്ങൾക്ക് പ്രയാസമില്ലാതെ ഓടി ലോണ് ഒക്കെ മുസ്ലിമീങ്ങൾ ഓടിക്കാൻ, മുസ്ലിമീങ്ങൾ ലോണിന്റെ ആൾക്കാർ, മുസ്ലിമീങ്ങൾ പണയം, വണ്ടി പണയം, വീട് പണയം. അള്ളാഹു നിഷിദ്ധമാക്കിയതാണ് പലിശയുമായുള്ള ഇടപെടൽ. എത്ര വലിയ അക്രമമാണ്! ലോകത്ത് കച്ചവടം ചെയ്യുന്നവൻ പരാജയപ്പെടുന്നത് സംശയിച്ച കുറ്റല്ലേ? കാരണം അവനവന്റെ റബ്ബിനോട് യുദ്ധം ചെയ്യണം. അള്ളാഹുവിനോട് റസൂലിനോട് യുദ്ധം ചെയ്യാൻ റെഡി ആയിക്കോട്ടെ. ആരാ അള്ളാഹുവിനോട് റസൂലിനോട് യുദ്ധം ചെയ്തിട്ട് വിജയിക്കാനാണ്? മനസ്സിലാക്കില്ല. ദുനിയാവിനോടുള്ള ആർത്തിന്റെ പേരിൽ ഒക്കെ വെട്ടിപ്പിടിക്കണം എന്ന താല്പര്യത്തിന്റെ പേരിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിന് പകരം മനുഷ്യൻ ഭൂമിയും ലോണം എടുത്തിട്ട് അവസാനം നിരാശരാകാം. മക്കൾ മോശക്കാരാകാം. അനുസരണ ഘട്ട മക്കളെ വാർത്തക്കാരുടെ പരിപാടിയാണ് ഹറാമായ സമ്പാദ്യം. जो हराम खाएगा वो नाफरमान बनेगा, बीवी खाएगी वो नाफरमान बनेगा, बच्चा खाएंगे वो भी नाफरमान बनेगा. हराम തിന്നാൽ അനുസരണ ഉണ്ടാവില്ല. ഭാര്യകളെ തിരിച്ചാൽ ഭാര്യ തിരിക്കില്ല, മക്കളെ തിരിച്ചാൽ മക്കളെ തിരിക്കില്ല. നമ്മൾ പറയില്ല മക്കൾ കേൾക്കുന്നില്ല. നീ എന്താ സുന്നം കൊടുത്തത്? നീ എന്താ സുന്നം കൊടുത്തിട്ട് മക്കൾ ഭാര്യ അനുസരിക്കുന്നില്ല? നീ എന്താ എന്റെ ഭാര്യ സുന്നം കൊടുത്തത്? അള്ളാഹുവിനോട് റസൂലിനോട് യുദ്ധം ചെയ്യും. ദുനിയാവിനുള്ള ആണ് ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചനയിലാക്കാതിരിക്കട്ടെ. ആ മഹാപിശാച്, ആ മഹാവഞ്ചകൻ നിങ്ങളെ വഞ്ചനയിലാക്കപ്പെടുത്താതിരിക്കട്ടെ. ഞാനും കൊടുക്ക വഞ്ചകന്റെ കയ്യിലാണ്. ശൈത്താൻക്ക് ഖിലോന ബനായ, ശൈത്താൻ അവരുടെ കളിപ്പാട്ടങ്ങളാക്കി. ഈമാന്റെ ആൾക്കാരെ നമ്മൾ പറയാം, നമ്മളെ കൊണ്ടാക്കുന്നത് ശൈത്താനാണ്.
അള്ളാഹുവിന് തിരിയാൻ നേരമില്ല, സമയം കുറച്ച് ഒഴിവാക്കി പള്ളിയിലിരിക്കാൻ നേരമില്ല, അള്ളാഹുവിന്റെ ഭാഗത്ത് പുറപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കൂടാൻ നേരമില്ല, അവരുടെ കൂട്ടത്തിൽ നുസ്രത്തിൽ നിൽക്കാൻ നേരമില്ല, നമുക്ക് സ്വന്തം പുറപ്പെടാൻ കഴിയില്ല. നമ്മളെന്തിനെ ഭൂമിയുടെ തൊഴിൽപ്പുറത്ത് ഭാരമായി ജീവിക്കുന്നത്? എന്തിന്? എത്ര കാലം ഭൂമിയിൽ ജീവിതമുണ്ട്? എന്നിട്ട് അവസാന സമയം എപ്പോഴും എന്റെ ജീവിതത്തിലേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ നന്നായനെ എന്ന് മരണപ്രാളത്തെ വിളിച്ചു തൂങ്ങിയതുകൊണ്ട് എന്ത് കാര്യം? അത് ഒരു പുലമ്പൽ മാത്രമായിരിക്കും, ഒരു ഉപകാരവുമില്ല. ജീവിച്ചിരിക്കുമ്പോ അള്ളാഹുവിന്റെ ദീനിനും അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കാൻ സമയമില്ലാത്തവൻ മരണസമയത്ത് വെപ്രാളപ്പെട്ട് കൂലി വിളിച്ചതുകൊണ്ട് എന്ത് കാര്യം? എന്ത് പ്രയാസമാണ്? كلا إذا دكت الأرض دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى. ഭൂമിയൊക്കെ ഈ ഭൂമി ഇതെന്റെതാണ്, ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്റെതാണ്, ഈ തോട്ടം എന്റെതാണ്, ഇതെനിക്ക് സ്വന്തമാക്കണം എന്നൊക്കെയുള്ള ധാരണയിൽ പകലത്തിയോളം കഠിനാധ്വാനം ചെയ്യുന്നത് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന മനുഷ്യർ അവരോട് പറയണേ, ഈ ഭൂമിയൊക്കെ നമ്മൾ നശിപ്പിക്കട്ടോ, ഇതൊന്നും സ്ഥിരമായി അടിയാധാരം നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല, ഇത് പൊളിക്കാനുള്ളതാണ്. കല്ല ഇതാ ദുഃഖത്തിൽ പൊടിപടലങ്ങളാക്കുന്നത്. അന്ന് മലക്കുകൾ വരും നിന്റെ റബ്ബിന്റെ അടുക്കൽ, അവർ സഫുകളായിട്ടുണ്ടാവും. അന്ന് ജഹന്നമിനെ വലിച്ചേച്ചു കൊണ്ടുവരപ്പെടും. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹി റിവായത്തിൽ ഹദീസിലുണ്ട്, ജഹന്നമിന് 70,000 കടിഞ്ഞാണുകൾ. 70,000 കടിഞ്ഞാണുകൾ, ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകളായി ചിന്തിച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് ആ ജഹന്നമിനെ വലിച്ചു കൊണ്ടുവരിക. അന്ന് മനുഷ്യനിത് കണ്ടിട്ട് ചിന്തിക്കാൻ തുടങ്ങും, ആലോചിക്കാൻ തുടങ്ങും. അന്ന് ചിന്തിച്ചതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? ഇന്ന് നമുക്ക് ഈ നമുക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞാലും മനസ്സിലാവും. ഓരോരുത്തരും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് കൊടുന്നവരെ മരിച്ച് ഖബറുകളിലേക്ക് കബർത്തുണികളിൽ കൊത്തി ഞാനും കൂടെ കൊണ്ടേ വെക്കേണ്ടത് എന്നിട്ടും മനസ്സിലാവില്ല. നമ്മളെപ്പോലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എന്തെങ്കിലും ഓടിയവർ പലരെയും നമ്മൾ ഖബറുകളിലാക്കി. നമുക്ക് മനസ്സിലാക്കില്ല. അന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് എന്താണ് കാര്യം? അന്ന് മനുഷ്യൻ ആലോചിച്ചു പോകും, എന്റെ ഈ ജീവിതത്തിലേക്ക് വേണ്ടെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത്ര നന്നായനെ. അന്ന് ചിന്തിച്ചിനെന്താ കാര്യം? അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ആഹാരത്തിൽ സർവരെ ഞാനും ഒറ്റയ്ക്ക് കിടക്കുന്നു, കബറിൽ കിടക്കുന്നുണ്ടോ? നമ്മളെ മരണത്തെ പറ്റി ഒറ്റയ്ക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മരണം എത്ര വിദൂരാണെന്നാണ് ഇപ്പോഴും ഞാനും ആലോചിക്കുന്നത്. ഷുഗറില്ല, കൊളസ്ട്രോളില്ല, കുഴപ്പമൊന്നുമില്ല, മാഷാ അല്ലാഹ്. പിന്നെ ഉപ്പുണ്ട്, പിന്നെ കാർബോറുണ്ട്, എല്ലാവരും ഉണ്ട്, വെല്ലുമുണ്ട്, ഉമ്മുണ്ട്, എല്ലാവരും ഉണ്ട്. അവരൊക്കെ മരിച്ചു കഴിഞ്ഞാണല്ലോ ഞാനുള്ളത്. അതുകൊണ്ട് മരണം ഒരു സമാധാനത്തിലാണുള്ളത്. പക്ഷെ മരണം എപ്പോൾ വരും ആർക്കും അറിയില്ല. രാത്രി പോയി കിടന്നവർ രാവിലെ കഴിഞ്ഞു, രാവിലെ വീട്ടിലിറങ്ങിയവർ മയ്യത്ത് വീട്ടിലേക്ക് വരും. നമ്മൾ കാണുന്നു. നമ്മൾ മനുഷ്യർ നമ്മളെന്താവും എന്നൊക്കെ ആലോചിച്ചു. അറിഞ്ഞാൽ ആളുകൾ കൂടി ഓടിക്കൂടും. നമ്മൾ മുമ്പ് കടന്നു കാടിക്കെട്ടു, വസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് വേറെ ഉണ്ടാവും. കഴിച്ച വഴി ഇതിനോട് ആധാരമായിരിക്കും. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരിക്കും, ബിസിനസ് ആയിരിക്കും, ഓടി ആര് കൈകാര്യം, ലോൺ ആര് കൈകാര്യം, മറ്റുള്ളവരെ പറ്റിച്ചത് ആര് കൊടുക്കും, കടം വാങ്ങിയതാണ്, ഇതിലെ കച്ചവടത്തിൽ നിന്നാണ്, വീട് കൊടുക്കുകയാണ്, ആര് കൊടുക്കും? ഉള്ളതൊക്കെ ഓരോ കൈ ഒഴിച്ചു കടം ഈ മനുഷ്യന്റെ തലയിൽ ബാക്കിക്കൊണ്ടു. എന്തൊക്കെയാണ് അവരുടെ അവസ്ഥ? മറ്റവരുടെ കുളിപ്പിക്കും, ഇങ്ങനെ കമ്പത്തുകളിൽ അവരുകൾ അക്കാണ് നമ്മളെ പ്രായമുള്ള പലരും തമ്മിൽ അവരുടെ യാഥാർത്ഥ്യത്തിന്റെ ബുദ്ധി അനുഭവിച്ചു. ജ്ഞാനങ്ങൾ ബാക്കി. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ ഉണർത്തിക്കൊണ്ടേയിരുന്നു. മുസ്ലിം ചിരിച്ച അവരുടെ സഹാബാക്കൾ വിവിധ സാധനങ്ങൾ പറഞ്ഞു.
ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ വളരെ കുറച്ച് ചിരിക്കുള്ളൂ, നമ്മൾ അധികമായി കഥയായിരുന്നു. പക്ഷെ നമുക്കറിയില്ല, നമ്മൾ ചിരി കളി തമാശ വേണ്ടാത്ത കളി സമയം ചെലവാക്കുക. മൊബൈലുകളിലാണ് ആൾക്കാരുള്ളത്. നിസ്കരിക്കുക പിന്നെ മൊബൈൽ, നിസ്കരിക്കുക പിന്നെ മൊബൈൽ. അന്നാലും മാർഗത്തിന് പോകാനോ ഒരു കുറച്ച് സമയം ഗസ്റ്റിന് കൂടാനോ ഒരു ഡാഡി കൂടാനല്ല, ഫുൾ ടൈം മൊബൈൽ. എന്ത് നേടും ഈ മനുഷ്യൻ ഒഫ്ലത്തിലേക്ക് ഇങ്ങനെ ഓരോ ദിവസം കൂട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്വന്തത്തെ പറ്റിയാണെങ്കിൽ നരകം അത് യാഥാർത്ഥ്യമാണ്. നമ്മളെ മുമ്പ് വരും. നമ്മൾ ഈമാൻ ഇല്ലെങ്കിൽ നരകത്തിൽ പോട്ടെ, ആരും സഹായിക്കണ്ടാവില്ല, ഓരോ സഹായിക്കണ്ടാവില്ല. നിങ്ങളെങ്ങനെ സ്വർഗവാസികൾ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഓരോന്ന് റൗണ്ടിങ്ങിന് ഇറങ്ങും, ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി എന്തൊക്കെ നോക്കാനൊക്കെ. അപ്പൊ അവർക്ക് പരിചയമുള്ള ദുനിയാവിലെ കാര്യപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും സക്കറിൽ, നരകത്തിന്റെ കുണ്ടിൽ. ഒരു സ്വർഗവാസം ചോദിക്കാൻ നിങ്ങളെങ്ങനെ ഈ സക്കറിലെത്തിയത്? അപ്പൊ നരകത്തിന്റെ ഒരു വിളിച്ചു പറയും, നമ്മൾ നിസ്കരിക്കാൻ തരുന്നത് എത്ര വചനം നിസ്കരിക്കാൻ തരുന്നത്. എന്തെങ്കിലും നമുക്ക് തോന്നി അവർക്കിനെ ഈ സഹോദരൻ നരകത്ത് പോകും, നിസ്കരിക്കാൻ ചെല്ലും. നമ്മളെ അലമല്ല മുതമല്ല കൊണ്ട് നമ്മുടെ സ്വന്തം ജ്യേഷ്ഠൻ അഞ്ചൻ, നമ്മളെ ഭാര്യന്റെ അനിയത്തി നിസ്കാരില്ല, അനിയത്തിന് പറഞ്ഞു നിസ്കാരില്ല. നാളെ നരകത്തിൽ ഞങ്ങൾ നിസ്കരിക്കാത്തവരായിരുന്നു, ഭക്ഷിപ്പിക്കാത്തവരായിരുന്നു. അഴിഞ്ഞാടുന്നവരെ കൂട്ടത്തിൽ അഴിഞ്ഞാടി നടക്കേറ്റുണ്ട്. കളിയും സ്പോർട്സും ക്രിക്കറ്റും ചാനലും പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ചാനലാണ്. ആൺകുട്ടികൾക്ക് പെൺകുട്ടിക്ക് ചാനൽ, ഭാര്യ ഭർത്താവ് തിന്നുന്നത് ഭർത്താവൊക്കെ മൊബൈലിൽ വൃത്തികെട്ടവന്മാർ. അഴിഞ്ഞാടി തമ്മാടികളെ കൂടത്ത് തമ്മാടികൾ കളിച്ച് നടക്കേ. ഇവരെ കൈപിടിക്കാൻ ഇവരോട് പറയാൻ ആരുടെ സഹോദരൻ? നാളെ സത്യവും കാണുമ്പോൾ അത്ഭുതപ്പെട്ടിട്ട കാര്യം. നമ്മളെ നോക്ക് ചാണ്ടി അപ്പുണ്ടാക്കുക, കേക്കുണ്ടാക്കുക, ഓരോ ദിവസവും ചിന്തയിലേക്ക് സമുദായങ്ങളെ ചേർത്തവർ, ദീനിന്റെ ആൾക്കാർ, ഇൽമിന്റെ അഹ്ലുകാർ, ദഅവത്തിന്റെ ഉടമകൾ, അവരവരുടെ ദുനിയാവിന്റെ ജോലികളിൽ മസ്ഊലായി ഉമ്മത്തിനെ മറന്ന് ജീവിക്കൽ. ഉമ്മത്തിന്റെ ദുരവസ്ഥയിൽ ഒന്നിറങ്ങി അവരെ കൈപിടിക്കാൻ, അവരുടെ ഗലികളിൽ കമ്പോളങ്ങളും പോകാൻ, അവരെ വീട് കയറി ഇറങ്ങി സഹോദരൻ പോകല്ലേ എന്ന് പറയാൻ എനിക്കൊന്നും നേരല്ല. നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഏത് മുഖം കാണിക്കും? ഞാനും ഏത് മുഖം കാണിക്കും? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദനിച്ച ഹൃദയം, തങ്ങളുടെ വേദന തങ്ങളുടെ ഉമ്മത്തികൾ, തങ്ങളുടെ സഹാബാക്കളെ എടുത്തു. അവരും ഗലികളും കമ്പോളങ്ങളും രാജ്യങ്ങളും താണ്ടി അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, കലിമക്ക് വേണ്ടി നമ്മൾ തൊട്ടടുത്ത് തച്ചുകൂടി പോയാൽ പാടില്ല. നമ്മുടെ ദീനിന്റെ വലിയ ആൾക്കാരാണ്. ഒരു മനുഷ്യനെ കൈപിടിക്കാൻ ഞാനില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇല്ല സഹോദര, ഇല്ല. ഇത് നബിതന്റെ സാധനങ്ങളുടെ വേദന അല്ല, ഇത് തങ്ങളുടെ ദീനതല്ല. ഒരു മനുഷ്യന് നരകത്തിലാവും, ഒരു മനുഷ്യന് നരകത്തിലാവും. തങ്ങളുടെ വീട്ടിൽ നിന്നൊരു യഹൂദി കുട്ടി, തങ്ങൾക്ക് എത്ര ഫിക്കറുണ്ടാവും? നബിതന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിനെ പറ്റി അന്വേഷിച്ചു. ആ കുട്ടിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. നബിതന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുട്ടി ആ കുട്ടിയുടെ നല്ല ഭാഗത്തിരുന്നു, കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചു, എലിമേലേക്ക് ദാവത്ത് ചെയ്തു. അവനെ മുസ്ലിമായി കൊടുത്തു. ആ കുട്ടി പിതാവിന്റെ മുഖത്തേക്ക് നോക്കി, യഹൂദിന്റെ മുഖത്തേക്ക്, നബിതന്റെ സല്ലല്ലാഹു മുഖത്തേക്ക് മാറി മാറി നോക്കാൻ. പിതാവിന് മനസ്സിലായി കിടക്കുക ആഗ്രഹിക്കുന്നു. പിതാവ് പറഞ്ഞു, പോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത്യാണ് അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അബുൽ ഖാസിമിനെ, അതായത് നബിതന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചത്. ആ കുട്ടി ഉടനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു കേട്ട മാത്രമേ നബിതന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കണ്ണു കണ്ണീർ നബിതന്റെ സഹാബങ്ങൾ അല്ലാഹുവിനെ സ്തുതിച്ചു പോയി. അൽഹംദുലില്ലാഹി അല്ലദീ അൻഖദഹു മിനൻ നാർ. അല്ലാഹുവേ, നരകത്തിന്റെ വിറകുള്ളിയാവുള്ള ഒരു കുട്ടിനെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തില്ലോ. എനിക്കെന്നെ നിങ്ങളുടെ വേദന, ഒരാൾ നരകത്തിലാവും, ഒരാൾ നരകത്തിലാവും. എവിടെയെങ്കിലും മനുഷ്യൻ തിന്മയിലേക്കോ ഒബ്ജത്തിലേക്കോ പോകണമെങ്കിൽ അവിടെ നിന്ന് എത്തിയിട്ടുണ്ടാവും.
തങ്ങളുടെ സഹാബാക്കൾ എത്തിയിട്ടുണ്ടാവും, അവരെ കൈകാൽ കുറ്റുന്നുണ്ടാവും. പക്ഷെ എന്തെങ്കിലും കെളിമ ചൊല്ലിയവർ, കെളിമല്ലാത്ത ഒരാൾ നിൽക്കട്ടെ, കെളിമ ചൊല്ലിയവർ തിന്മകളിലും ഹറാമിയത്തിലേക്ക് ജീവിക്കാൻ. ആണും പെണ്ണൊക്കെ ഹറാമിയത്തിലാണ്, ഹറാമിന്റെ വാദങ്ങൾ തുറന്നു കിടക്കാൻ. ഈ സമയത്ത് പോലും എന്റെ നിങ്ങളെ ഹൃദയത്തിൽ ഒരു പടപ്പോ വേദനയില്ല. ഞാനിങ്ങളും നിങ്ങൾ ദുനിയാവും എന്റെ നിങ്ങൾ ഭാര്യ മക്കളും അതിന്റെ സുഖങ്ങളും അതിന്റെ സൽക്കാരങ്ങളും അതിന്റെ ആഘോഷങ്ങളുമായിട്ട് ഞാനിങ്ങളും ജീവിക്കാൻ. നമ്മളെ റിസർച്ച്, നമ്മളെ അധ്വാനമൊക്കെ ഭക്ഷണത്തിലാണ്, ഭക്ഷണ തളികകളിലാണ്. പഴം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, മുട്ടനോട് എങ്ങനെ ഉണ്ടാക്കാം, ഇതാണ് നമ്മളെ റിസർച്ച്. നമ്മളെ തിരക്കിലാണുള്ളത്. നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി നമ്മുടെ ബന്ധുക്കൾ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഒരുപോലെ നമുക്ക് വേദനയില്ല. സ്വാഭാവികന്മാരെ ഈ സമയത്ത് ഈ ഉമ്മത്തിന്റെ കൈ പിടിക്കാൻ ആരാണുള്ളത്? അതാണ് അള്ളാഹുവിന് അവന്റെ ദീനാണ് ഏറ്റവും വലുത്. അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ അള്ളാഹ് ഇഷ്ടമാണ്, അതിനുവേണ്ടി സമ്പത്ത് ചെലവാക്കുന്നവർ അള്ളാഹ് ഇഷ്ടമാണ്, അതിനുവേണ്ടി സമയം ചെലവാക്കുന്നവർ അള്ളാഹ് ഇഷ്ടമാണ്. അതുകൊണ്ട് ആ വഴിയിൽ നമ്മൾ സമ്പത്ത് ചെലവാക്കണം, വഴി നമ്മൾ നമ്മുടെ സമ്പത്ത് ചെലവാക്കണം. നമ്മളെ ഇറങ്ങുന്നതാണ് കിളികളിൽ ഇറങ്ങി ആളുകൾ ചീത്ത പറയട്ടെ, എന്നാലും അള്ളാഹുവിനോട് പറയുക, എന്റെ ദീനിന് വേണ്ടി ഞാൻ നടക്കുകയുള്ളൂ, ഇന്നെ ഭാഗത്ത് പോയിരുന്നു, ഇന്നെ വിട്ടു പോയിരുന്നു, അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ദുനിയാവ് തീരും. ചിലപ്പോൾ നമുക്ക് ആരും കൂടെ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ സഹായം ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ശരീരം ചിലവർക്കുള്ള പണിയെടുത്തി അള്ളാഹു ഉറപ്പായിട്ട് നമ്മുടെ സഹായം. അള്ളാഹുവിന്റെ ദീനെ സഹായിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് അത്പാദങ്ങൾ എടുത്തു വെച്ചു. ഞാൻ നിങ്ങളൊരു ബാഗ് തൂക്കി ഇറങ്ങി, ഭാര്യ മക്കൾ കച്ചവടം തൽക്കാലം വിട്ടു, ഒന്ന് ഇറങ്ങി നടന്നു, വേറൊന്നും ചെയ്തിട്ടില്ല, ഒന്നും മാറ്റുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളെ കൊണ്ട് കഴിയില്ല, നമ്മൾക്ക് കഴിയില്ല. ആ ശെക്കിൽ, ആ കോലത്തിൽ, ആ രൂപത്തിൽ ഒന്ന് ഇറങ്ങി. അള്ളാഹു നടക്കുന്നത് പാഴാക്കില്ല, നമ്മളെ വാക്കുകളെ കുറച്ച് പാഴാക്കില്ല. അയർത്ഥം അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ്. അത് നോക്കിക്കണം. ഇത് ഈ അടിമകട്ടിലെ വേദനിച്ച് ഒരു ഹൃദയത്തിൽ ഇറങ്ങിയതാണ്, ഒന്നും കഴിയില്ല. പക്ഷെ അവരുടെ ഓരോ പരിശ്രമത്തിനൊന്നും വലിയ പതറുണ്ടാവും. ഈ പലാപാലികൾക്കും അള്ളാഹുവിന്റെ ദീനിന്റെ സഹായത്തിനായി മനുഷ്യരാശിയെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ ഫിക്കറിൽ ചിന്തയിൽ ഒന്ന് ഇറങ്ങുന്നവരെ അള്ളാഹ് സഹായിക്കുന്നവരാണ്. അള്ളാഹു അവരെ സഹായിച്ചാൽ അവരെ കീഴ്പ്പെടുത്താൻ ആരെക്കൊണ്ട് സാധിക്കും? ഈ പലാപാലികൾക്കും അവരെ കീഴ്പ്പെടുത്താൻ ആരെക്കൊണ്ട് കഴിയില്ല, ഏത് അധികാരിയെ കൊണ്ട് കഴിയില്ല. വലിയ അബ്ദുൽക്കും ഇനി അള്ളാഹു നിങ്ങളെ കൈയൊഴിച്ചാൽ, എവിടെ കൈയൊഴിയൽ? ഞാൻ നിങ്ങൾ കന്യകൾ ദുനിയാവ് കച്ചവടം പ്രശ്നമായി ഇങ്ങനെ നടക്കുക, എനിക്കിന്റെ മോളെ വാങ്ങണം, എനിക്കിന്റെ മോന്റെ അത്, എനിക്കിന്റെ അത്, ഇന്നത് എന്ന് പറയും. ഇതിനു വേണ്ടി സമ്പത്ത് എത്ര ചെലവാക്കുന്നത്, എത്ര ചെലവാക്കുന്നത്, എത്ര സമയം ചെലവാക്കുന്നത്. വലിയ നിൽക്കൂ. ഇനി അള്ളാഹു നിങ്ങളെ കൈയൊഴിഞ്ഞാൽ സാർമാരെ അള്ളാഹു എല്ലാ ഗാനങ്ങളെ സഹായിക്കാൻ. സമുദായത്തിന്റെ മേൽ കടനാക്രമണം വരുമ്പോൾ മനസ്സിലാവുന്നത് അള്ളാഹ് കാക്കുമാറാവട്ടെ. എല്ലാം നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും, എവിടെയെങ്കിലൊക്കെ എത്തും. അന്ന് അള്ളാഹ് വിളിക്കും. സാർമാരെ മുമ്പ് അള്ളാഹുലേക്ക് തിരിയും, മുമ്പ് അള്ളാഹുലേക്ക് തിരിയും. നമ്മൾ ആരെ വിശ്വസിച്ചോ അവരെ മുമ്പ് നിങ്ങൾ വിശ്വസിക്കണ്ട. നമുക്കാകെ തുണ, നമുക്കാകെ ആശ്രയം, നമുക്കാകെ പ്രതീക്ഷ നമ്മുടെ അള്ളാഹുവിൽ മാത്രമേ. അള്ളാഹു സഹായിച്ചാൽ സഹായിക്കും, അള്ളാഹു കൈയൊഴിച്ചാൽ നമുക്ക് കഴിയും. അള്ളാഹെ സഹായിച്ചിട്ടുള്ള വഴിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങുന്നത്. ഇത് ഇക്കൊന്നും കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ട്. ഞാനും നിങ്ങളിൽ നിന്ന് മാറി നാം പിന്നെ വരാറുണ്ടായിരുന്നു. നമ്മുടെ ചെറിയ ചെറിയ അനിശ്ചിതി കേസ് മനസ്സിൽ അള്ളാഹ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടിമന്റെ ദുനിയാവിന്റെ ആർത്തി, ഈ ദുനിയാവ് ആർത്തിയോടുള്ള വിരക്തി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാൻ നിൽക്കിറങ്ങാൻ പറ്റൂലേ? എന്താ ഇതിന്റെ തടസ്സം? ദുനിയാവിന് വേണ്ടി ഫുള്ളി യാത്ര ചെയ്യും. ഒരു ട്രെയിനും ഫ്രീ ഇല്ല, ഒരു ഫ്ലൈറ്റും കാര്യമില്ല, ഒക്കെ യാത്ര ദുനിയാവിന്റെ ആവശ്യങ്ങൾ. പിന്നെ ചീറ്റിറങ്ങാൻ മാത്രം നമുക്ക് തടസ്സം. നമ്മൾ എന്ത് മുഖം കാണിക്കാൻ എന്തായാലും മരിക്കാനുള്ളതാണ്. ഒരു മനുഷ്യൻ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി പുറത്തു. അള്ളാഹു പറയാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്യാൻ. ഹിജ്റ എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്നുള്ള ഹിജ്റ ചെയ്യുന്നത്, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കി മസ്ജിദുകളിൽ പോയി കണ്ണുകളെ നിയന്ത്രിക്കും. അതിനുവേണ്ടി നിറങ്ങാൻ പിന്നെ അവന് മരണം സംഭവിച്ചു.
തീർച്ച അവൻ അറിയിട്ടേ ഉള്ളൂ. എന്നാലും അള്ളാഹു അവന്റെ മേൽ പ്രതിഫലം തീരുമാനിച്ചു കഴിഞ്ഞു. അവിടെ ഹിമ്മത്തോടു കൂടി അവരുടെ സ്വന്തത്തിനോടുള്ള കടമ വേറെ ആർക്കും പഠിച്ചല്ല. എന്റെ ഹൽക്കരിച്ചില്ല, എന്റെ ഇവിടുന്ന് എന്റെ സമുദായത്തിൽ ആത്മാസം സമുദായത്തില്ല. എന്താ സ്വന്തത്തിന് വേണ്ടി ഇറങ്ങി ഞാൻ രക്ഷപ്പെടണം, എന്റെ ഭാര്യന്റെ മക്കളും രക്ഷപ്പെടണം, എന്റെ അയൽവാസികളുടെ കുടുംബങ്ങൾ രക്ഷപ്പെടണം, എന്റെ ആത്മ രക്ഷപ്പെടണം. ആ ഒരു ഫിക്രിൽ ഇറങ്ങിപ്പോൾ സാറുമാരെ അള്ളാഹ് സഹായിക്കാനില്ല. ആരും വഴി കാലത്ത് അവരെ സഹായിക്കാതിരിക്കില്ല. അതുകൊണ്ട് ഹിമ്മത്തോടു കൂടി ഈ മാസം ജനുവരി മാസത്തിൽ 4 മാസം ചെയ്യാൻ നടക്കാൻ ഹിമ്മത്തിലേക്ക് ചോദിച്ചു.